പ്രപഞ്ചം ഈ സന്ദേശത്തിലൂടെ നിങ്ങളോടിത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ പൂർവികരുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ഇപ്പോൾ വെളിപ്പെടാൻ പോകുന്നു. കാരണം ദിവ്യമായ സൂചനകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. നിങ്ങളുടെ പൂർവികർ ദൈവികമായ സുഖമായും സമാധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെ അറിയാനും പറയാൻ ബാക്കിവെച്ച ചില കാര്യങ്ങൾ പറയാനും അവർ അതിയായി ആഗ്രഹിക്കുന്നു. ബാക്കിയായ ചില കാര്യങ്ങൾ അപൂർണമായിരുന്നു. നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ ഫലമായി അവർ ഇപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ചില രഹസ്യങ്ങൾ പറയാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ വണങ്ങണം. നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ആ ശക്തികൾക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കണം. നിങ്ങളുടെ ഭാഗ്യം മാറാൻ പോകുന്നു. ഇന്നും ഈ നിമിഷം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ പൂർവികരോട് നിങ്ങൾ ചോദിക്കുന്ന ഏത് ആഗ്രഹവും തീർച്ചയായും നിറവേറ്റപ്പെടും. വിശ്വാസമുണ്ടായിരിക്കുക എന്റെ പ്രിയപ്പെട്ടവനെ. പ്രപഞ്ചത്തിന്റെ ശക്തികൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നു. ദിവ്യമായ വാതിലുകൾ തുറക്കാൻ പോകുന്നു. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോകുന്ന സമയമാണിത്. ആ സന്തോഷം ഇപ്പോൾ എളുപ്പത്തിൽ ലഭിക്കും. നിങ്ങളുടെ വിജയങ്ങളിലേക്ക് നിങ്ങൾ പതുക്കെ ചുവടുവെക്കുകയാണ്. അതിനുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതം സൂര്യപ്രകാശം പോലെ തിളങ്ങും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വഞ്ചനയോ കോപമോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവനെ, ഇത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സമയമാണ്. ദിവ്യശക്തികൾ നിങ്ങൾക്ക് ചിലത് നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും. എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും. നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. നോക്കൂ, തടസ്സങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മുക്തനാകാനുള്ള ശരിയായ സമയം ആഗതമായിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇപ്പോൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകും. സന്തോഷം മാത്രം. 4 ദിക്കുകളിൽ നിന്നും നിങ്ങളുടെ മേൽ സന്തോഷം വർഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗ്യമുണരും. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ സഫലമാകുന്ന സമയമാണിത്. ഒരു പുതിയ സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകും. എല്ലാ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. നിങ്ങൾ ഇതുവരെ പ്രവർത്തിക്കാത്ത നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിനായി നിങ്ങൾ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. വരൂ, ആ പദ്ധതി ഇപ്പോൾ പൂർത്തിയാക്കാം. അതിനുള്ള സമയമായി. നിങ്ങളെപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ ഈ നിമിഷം ദൈവം നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്നു. ഒരു സ്ത്രീയുടെ മുഖം വെളിപ്പെടുന്നു. നിങ്ങളുടെ സന്തോഷം കണ്ട് അസൂയപ്പെടുന്ന നിങ്ങളോട് പകയുള്ള ഒരു സ്ത്രീ. അവൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു. അവൾ നിങ്ങളോടൊപ്പം ചിരിക്കുന്നു. അവളുടെ ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വഞ്ചന നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സന്തോഷം അവൾക്ക് സഹിക്കാൻ കഴിയില്ല. അവളെ സൂക്ഷിക്കുക. അവൾ നിങ്ങളെ വഞ്ചിച്ചേക്കാം. അവൾ നിങ്ങളെ ചതിച്ചേക്കാം. അവൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. നിങ്ങൾ ശ്രേഷ്ഠനാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം ഉണരുകയാണ്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത വിജയം എല്ലാ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും ആപത്തുകളും പ്രശ്നങ്ങളും ഇപ്പോൾ നീങ്ങുകയാണ്. നിങ്ങൾ സ്വതന്ത്രനാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ അവസാനിച്ചുവെന്ന് മനസ്സിലാക്കുക. പരീക്ഷണ സമയം കഴിഞ്ഞു. നിങ്ങൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സമ്പത്തിന്റെ ഭാഗ്യം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇതുവരെ നിങ്ങൾക്കില്ലാതിരുന്ന കാര്യങ്ങളുടെ ഉടമയായി നിങ്ങൾ മാറും. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ എത്രത്തോളം വർഷിക്കുന്നുവെന്നാൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവരും പിന്തിരിഞ്ഞു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ടു പോകും. ഭാഗ്യത്തിന്റെ വാതിലുകൾ എന്നും തുറക്കപ്പെടുന്നു. വരാനിരിക്കുന്ന 3 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ഒരു പുതിയ അവസരം ലഭിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, ജീവിതം തടസ്സങ്ങളിൽ നിന്ന് മുക്തമാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ദിവ്യവും അമാനുഷികവുമായ ശക്തിയുണ്ട്. ജീവിതം സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയുകയാണ്. നിങ്ങൾ പരിശ്രമിച്ച പാതയിൽ കാലെടുത്തു വയ്ക്കുന്നതിനാൽ നിങ്ങൾ ഒരുപാട് മുന്നോട്ടു പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങളുടെ വാതിലിൽ മുട്ടുന്ന ഒരു വലിയ സന്തോഷവാർത്ത നിങ്ങൾക്ക് ലഭിക്കും. ആ സന്തോഷം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യം മാറുകയാണ്. നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ ചർച്ച ചെയ്യപ്പെടും. വിദൂരങ്ങളിൽ വരെ നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും. പെട്ടെന്ന് എല്ലാ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. വിജയത്തിന്റെ ഈ രണ്ടാമത്തെ ഘട്ടം നിങ്ങളിപ്പോൾ കാണും. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാനുള്ള ശരിയായ സമയമാണിത്. നിങ്ങൾ സന്തോഷത്തെയും സമ്പത്തിനെയും ഭാഗ്യത്തെയും നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ്. നോക്കിനിൽക്കെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവസാനിക്കും. നിങ്ങൾ ഒരുപാട് ദൂരം പോകും. നിങ്ങളുടെ ഭാഗ്യം മാറാൻ പോകുന്നു. സ്വർണ്ണ പേന കൊണ്ട് പരമപിതാവായ ദൈവം നിങ്ങളുടെ തലവര എഴുതുകയാണ്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. കുഴപ്പങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം തടസ്സങ്ങളിൽ നിന്ന് മുക്തമാകുന്നു. നിങ്ങൾ പരിശുദ്ധനാണ്. മികച്ച കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തി നിങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ മികച്ച ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിച്ചവർ ഇപ്പോൾ അതിനുള്ള വില നൽകേണ്ടിവരും. നിങ്ങളുടെ വിജയവും സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും സംഭവിക്കുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് മുന്നോട്ടു പോകും. എന്റെ പ്രിയപ്പെട്ടവനെ, സന്തോഷവാനായിരിക്കുക. മുന്നോട്ടു പോകുക. ഒരുപാട് വൈകിയിരിക്കുന്നു. ഇനി താമസിക്കരുത്. തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് വലിയ കഴിവുണ്ട്. നിങ്ങൾ ഊർജ്ജസ്വലനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ലക്ഷ്യത്തിലെത്താം. എന്നിട്ടും നിങ്ങൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. നിങ്ങൾ ഉള്ളിൽ ശക്തനാണ്, എന്നാൽ ആ ശക്തിയുടെ ബോധം നിങ്ങൾക്കില്ല. എന്റെ പ്രിയപ്പെട്ടവനെ, ഒരു തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇനി നിങ്ങളെ തളർത്താൻ കഴിയില്ല. വിശ്വസിക്കുക. പരമപിതാവായ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം മാറും. വരാനിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ്. നിങ്ങൾ സ്വപ്നത്തിൽ മാത്രം ചിന്തിച്ച ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വാതിൽക്കൽ മുട്ടുന്നു. വളരെ വലിയ സന്തോഷവാർത്ത. ആരെങ്കിലും ഒരു മാധ്യമമാകും. പെട്ടെന്ന് ഭാഗ്യം മാറും. പുതിയ പ്രഭാതമുണ്ടാകാൻ പോകുന്നു. കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന ഒരു പുതിയ അവസരം ലഭിക്കാൻ പോകുന്നു. താമസിക്കരുത്. തിരികെ പോകാനുള്ള സമയം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റായ ചുവടുകൾ വെച്ച ദിശയിൽ നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ തെറ്റുകളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതം മാറ്റണമെങ്കിൽ നിങ്ങൾ ചില കർമ്മങ്ങൾ മാറ്റേണ്ടതുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ തുടങ്ങും. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കുന്നു. സന്തോഷങ്ങൾ വാതിൽക്കൽ മുട്ടുന്ന സമയമാണിത്. സ്വന്തക്കാരുടെ കൂട്ടത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടേത്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിവില്ല. നിങ്ങളുടെ ശത്രുക്കളെയും വിമർശകരെയും നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് അർഹരല്ലാത്തവരെ പോലും പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ ആക്രമിക്കുന്ന ഒരാളുണ്ട്. ഒളിച്ചിരുന്ന് നിങ്ങളെ ആക്രമിക്കുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ സുഹൃത്തുവലയത്തിൽ ഒരു ശത്രു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾക്കവനെ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല. അവൻ നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നു. നിങ്ങളുടെ നന്മയെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. എന്നാൽ അവന്റെ നെഗറ്റീവ് ഊർജം നിങ്ങളെ വലയം ചെയ്യുന്നു. അവൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെ ആക്രമിക്കുന്നു. നിങ്ങൾ പരിശ്രമിക്കുന്നു, എന്നാൽ അവൻ നിങ്ങളുടെ പരിശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളൊരു ശ്രേഷ്ഠാത്മാവാണ്. നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ നല്ല പ്രവൃത്തികളുടെ ഫലം നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുന്നത്. ഭാവിയിലും അത് ലഭിക്കും. നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പുരോഗതിയുടെ പാതയിൽ നിങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഭാവി നിങ്ങളുടെ വളരെ ശോഭനമാണ്. ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിൽ അനുദിനം നിങ്ങൾ പുരോഗമിക്കും. നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ തനിയെ നീങ്ങും. നിങ്ങളുടെ വഴിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖകരമായ അനുഭവമുണ്ടാകും. നിങ്ങൾ ശാന്തനായിരിക്കും. നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോകുന്നു. നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം മാത്രം 4 ദിക്കുകളിൽ നിന്നും നിങ്ങളുടെ മേൽ വർഷിക്കാൻ പോകുന്നു. നിങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തനിയെ മാറും. 4 ദിക്കുകളിൽ നിന്നും സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മുന്നോട്ടു പോകും. പുറത്ത് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം നിങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങളുടെ ശത്രു ഒളിഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളെ വീണ്ടും ദിശ തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ പോരാടാൻ ശ്രമിച്ചു. പ്രതിഫലം ലഭിക്കേണ്ട സമയം വന്നപ്പോൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ തന്നെ നിങ്ങളെ വഴിതെറ്റിച്ചു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ സൂക്ഷിച്ച് നടക്കണം.
നിങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകൾ നോക്കൂ. അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറിയിരിക്കുന്നു. പുഞ്ചിരിക്കുന്നവരും നിങ്ങളുടെ അടുത്തുള്ളവരും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. നിങ്ങളുടെ ഭാഗ്യം മാറുകയാണ്. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശരിയായ സമയം വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കഠിനമായ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ചില ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തനാകാനുള്ള ശരിയായ സമയമാണിത്. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവനിൽ നിന്ന് അകന്നു നിൽക്കണം. ശത്രുക്കളിൽ നിന്നും വിമർശകരിൽ നിന്നും നിങ്ങളിപ്പോൾ അകന്നു നിൽക്കണം. പതുക്കെ പ്രശ്നങ്ങൾ അവസാനിക്കും. ഭാഗ്യം ഉദിക്കാൻ പോകുന്നു. നിങ്ങളുടെ പുരോഗതിയുടെ പാതയിൽ ആരും തടസ്സമാകില്ല. നിങ്ങൾക്കില്ലാതിരുന്നതെല്ലാം ഇപ്പോൾ സമൃദ്ധമായി ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് ദൂരം പോകും. സന്തോഷം വർഷിക്കും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഒരു സ്ത്രീയുടെ മുഖം വെളിപ്പെടുന്നു. അവൾ നിരന്തരം തന്ത്രങ്ങൾ മെനയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തിനു നേരെ അവൾ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. അവൾ സുന്ദരിയാണ്. അവൾ ചിരിക്കുന്നു. അവളുടെ മുഖം തിളങ്ങുന്നു. അവൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവളാണ്. അവൾ ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാണ്. നിങ്ങൾ കണ്ണടച്ച് അവളെ വിശ്വസിക്കുന്നു. അവൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്ത്രങ്ങൾ മെനയുകയാണ്. മധുരമായി സംസാരിക്കുന്നു, തലോടുന്നു, പുഞ്ചിരിക്കുന്നു. നിങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു. നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. അവളുടെ വാക്കുകളിൽപ്പെട്ട് നിങ്ങൾ ചതിക്കപ്പെടുന്നു. അവൾ നയതന്ത്രപരമായി പ്രവർത്തിക്കുന്നു. ജീവിതത്തിൽ പലതവണ അവൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവനെ, അവളെ സൂക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രവൃത്തികളുടെ ശരിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതമാണ്. നിങ്ങൾ ഒരുപാട് മുന്നോട്ടു പോകും. നിങ്ങൾ ഒരുപാട് ദൂരം പോകും. അവസരങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. സന്തോഷം ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം അർത്ഥവത്താകാൻ പോകുന്നു. നോക്കി നിൽക്കെ നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നിങ്ങളുടേതല്ലാത്തതും നിങ്ങളുടേതാകും. പരമപിതാവായ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം ലളിതവും മനോഹരവുമാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നിങ്ങൾ ഒരിക്കലും ആരെയും വഞ്ചിച്ചിട്ടില്ല. ആരെയും അത്യാഗ്രഹത്തോടെ നോക്കിയിട്ടില്ല. ആരുടെയും സമ്പത്ത് നിങ്ങൾ തട്ടിയെടുത്തിട്ടില്ല. ഇതുതന്നെയാണ് കാരണം. നിങ്ങൾ നിരന്തരം പുരോഗമിക്കുന്നു. നിങ്ങളുടെ ഭാവിയും വളരെ സുരക്ഷിതമാകാൻ പോകുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോഴും നിങ്ങൾ ഒരിക്കലും ഖേദിക്കുന്നില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി നിങ്ങളുടെ സ്വന്തം സന്തോഷം നിങ്ങൾ ത്യജിക്കുന്നു. എത്ര മഹത്തായ കാര്യമാണിത്!